ഡിയർ ജെ ആസ്പിറൻസ്, നമ്മുടെ എക്സാം ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. ഇപ്പോഴും എല്ലാവരും ഫൈനൽ പ്രിപ്പറേഷനിലാണ്. ഞാൻ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ലൈവ് സെഷനിലടക്കം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് എല്ലാം ഫൈനലി ഷാർപ്പൻ ചെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ ഒരു കത്തിയൊക്കെ മൂർച്ചയാക്കുന്നത് പോലെ തന്നെ മോക്ക് എക്സാമിനേഷൻസ് എഴുതി മാക്സിമം നമ്മുടെ എക്സാം സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡൗട്ട് ഇതാണ്. ഒരുപാട് ഹയർ സ്കോർ ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അത് മാത്രമല്ല, എല്ലാവരും മിനിമം ഒരു എത്താൻ ആഗ്രഹിക്കുന്ന സ്കോറാണ് 150 എന്ന് പറയുന്നത്. ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 150 മാർക്കെങ്കിലും JEE മെയിൻ നേടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കയറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എല്ലാ സെഷനിലും എല്ലാ വർഷവും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ 150+ എന്ന് പറയുന്ന സ്കോർ പോസിബിൾ ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ആണെങ്കിൽ തന്നെ അതിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ്? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ JEE ഫ്രണ്ട്സിനും എന്താണ് JEE എഴുതാൻ പോകുന്നത് നിങ്ങളുടെ അറിയുന്ന എല്ലാ പരിചയത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമാണ്. അപ്പോൾ 150+ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതെന്താണ്, നമ്മൾ ശരിക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. ഈ 150 സ്കോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 97% അടുത്തൊക്കെയാണ് എത്തുക. എന്ന് വെച്ചാൽ 15 ലക്ഷം 14 ലക്ഷം കുട്ടികളൊക്കെ എഴുതുന്ന ഒരു പരീക്ഷയിൽ നമുക്ക് പകുതി മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ 300-ൽ 150 മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 50,000-ന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ 40,000-ന്റെ ഉള്ളിലേക്ക് നമുക്ക് ഓൾ ഇന്ത്യ റാങ്കിലേക്ക് എത്താൻ പറ്റുന്നതാണ് അതിന്റെ മീനിങ്. അപ്പോൾ എഴുതുന്ന മെജോറിറ്റി ഓഫ് കുട്ടികളോ ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ് അതിന്റെ റിയൽ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് 150ലേക്ക് എത്താമെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം 150ലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വീക്ക്നെസ് ആയിരിക്കും. നേരെ മറിച്ച് ഒരു 99%-ന്റെ മുകളിൽ എത്തണം, അല്ലെങ്കിൽ 200-ന്റെ മേലെ മാർക്ക് വാങ്ങണമെന്ന് സ്വപ്നം കാണുന്ന ഒരു കുട്ടി ഡെഫിനറ്റ്ലി മാത്സ് സ്ട്രോങ് ആയിരിക്കണം. മാത്സ് ഇല്ലാതെ ഒരിക്കലും 200-ന്റെ മുകളിൽ JEE മെയിനിൽ എത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ നമ്മളൊരു 60 മാർക്കിന്റെ അടുത്ത് സ്കോർ ചെയ്യുന്നു എന്ന് തന്നെ വിചാരിക്കാം. കെമിസ്ട്രിയിൽ ഒരു 60 മാർക്ക്, മാത്തമാറ്റിക്സിൽ നമ്മളൊരു 30 മാർക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? 150 മാർക്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ 150+ എത്തണമെന്നുണ്ടെങ്കിൽ മാത്സിൽ എക്സ്ട്രാ മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും എന്തല്ല ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അത്ര ഈസിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കൃത്യമായിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് ചാപ്റ്റേഴ്സിന്റെ പ്രയോറിറ്റി വെയിറ്റേജ് മനസ്സിലാക്കി നമ്മൾ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് റിവൈസ് ചെയ്ത് എക്സാംസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം മേ ബി 100-ഓ 120-ലോ ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 150ലേക്ക് എത്തുക എന്നുള്ളത് റിയലിസ്റ്റിക്കലി പോസിബിൾ ആണെന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ജനുവരിയിൽ അല്ലെങ്കിൽ പോലും ഏപ്രിലേക്ക് അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ട്രാറ്റജീസ് മനസ്സിൽ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്ര മാർക്കിന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് 60 കിട്ടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എല്ലാവർക്കും കെയർലെസ് മിസ്റ്റേക്കുകൾ വരും, നെഗറ്റീവ് മാർക്ക് കുറച്ചൊക്കെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഒരു 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്കിലും ഫിസിക്സിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 60ലേക്ക് എത്താൻ റിയലിസ്റ്റിക്കലി സാധിക്കുക. അതുപോലെ തന്നെ കെമിസ്ട്രിയിലും നമ്മളൊരു 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്കിലും അറ്റംപ്റ്റ് ചെയ്ത് ശ്രമിച്ചാലാണ് കെമിസ്ട്രിയിൽ നമുക്ക് 60 സ്കോർ ചെയ്യാൻ പറ്റുക. സിമിലർലി മാത്തമാറ്റിക്സിൽ നമ്മളൊരു 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 15 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നു, അതിൽ മേ ബി ഒരു 8 ക്വസ്റ്റ്യൻ ശരിയാവുന്നു, അല്ലെങ്കിൽ 9 ക്വസ്റ്റ്യൻസ് 15 എണ്ണത്തിൽ ശരിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് മാത്സിന്റെ മാർക്കും എത്തിക്കാൻ സാധിക്കും. സിമിലർലി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 ക്വസ്റ്റ്യൻ തന്നെ പറയാം. 20 ക്വസ്റ്റ്യനോളം നമ്മൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്താലാണ് നമുക്കൊരു 60 മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയുടെ അവസ്ഥയും. ഇതാദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. 150 ആണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 20 ക്വസ്റ്റ്യൻ എങ്കിലും ഫിസിക്സിലും 20 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ഒരു 15 ക്വസ്റ്റ്യൻ എങ്കിലും മാത്സിലും അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. അതിലെ ഒരു 2, 3, 4 ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്കുകളായിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന 150ൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്യാതെ ഒരിക്കലും 150 എത്തുക എന്നുള്ളത് എന്തല്ല പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനി അതിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഏകദേശം അപ്പോൾ നമ്മൾ എത്ര ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. ഒരു 70% സിലബസ് എങ്കിലും പഠിച്ച ഒരാളായിരിക്കണം. ആകെ ഞാൻ പകുതി മാത്രമേ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് 150 എത്താൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, അത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു 70-80% സിലബസ് എങ്കിലും നമ്മൾ പ്രോപ്പർലി കവർ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്യാൻ പറ്റും? 150ൽ എത്താൻ സാധിക്കും. ആൻഡ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, സ്പെൻഡ് ടൈം ഓൺ യുവർ സ്ട്രോങ് ചാപ്റ്റേഴ്സ്. നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സാമിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ സ്ട്രോങ് ചാപ്റ്റേഴ്സിൽ സമയം ചെലവഴിച്ചിട്ട് ഈ മാർക്ക് കണ്ടെത്താൻ ശ്രമിക്കണം. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഈ മോക്ക് ടെസ്റ്റ് എഴുതിയാലേ കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, അത് നേടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ടോപ്പ് ചാപ്റ്റേഴ്സ് ഏതാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആദ്യം എടുത്ത് ചെയ്ത് മാക്സിമം സ്കോർ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി നിങ്ങൾ മോക്ക് എക്സാമിനേഷൻസ് എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന വേണം. അതുപോലെ തന്നെ ഇനിയിപ്പം ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഒരു കുട്ടി ഒരു സബ്ജക്റ്റിൽ സ്ട്രോങ് ആണ്, ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിൽ സ്ട്രോങ് ആയ ഒരാൾക്ക് 80 കെമിസ്ട്രി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ ഫിസിക്സിലും മാത്സിലും കുറച്ച് വീക്കാണ് കുട്ടി. അപ്പോൾ ഫിസിക്സിൽ ഒരു 50ലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ, മാത്സിൽ കൂടി പോയാൽ ഒരു 20 മാർക്കേ ആ കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്ന് വെച്ചാൽ 5 ക്വസ്റ്റ്യനൊക്കെ ശരിയാവുന്നുള്ളൂ, 6 ക്വസ്റ്റ്യനൊക്കെ ശരിയാവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 150+ എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്താൻ സാധിക്കും. നേരെ തിരിച്ചുണ്ടാവും. അതായത് കെമിസ്ട്രി വീക്കാണ്, ഒരുപാട് കുട്ടികൾ അങ്ങനെയാണ്. ഓർഗാനിക് കെമിസ്ട്രി തീരെ അറിയില്ല, അതുപോലെ തന്നെ കെമിസ്ട്രി ഓവറോൾ വീക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു 50 മാർക്കിലേക്കൊക്കെയാണ് കുട്ടിക്ക് എത്താൻ പറ്റുക. കാരണം നല്ലൊരു ശതമാനം ക്വസ്റ്റ്യനും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന്
വരാറുണ്ട് അല്ലേ. 35% ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ അത് അറിയാത്തൊരു സ്റ്റുഡന്റിന് ഒരു 50 മാർക്കൊക്കെയാണ് കെമിസ്ട്രിയിൽ എത്താൻ പറ്റുക. ഫിസിക്സിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡന്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, 70 മാർക്ക് കിട്ടും എന്ന് പറയുന്ന സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ മാത്സിൽ ഫിസിക്സ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മാത്സും കുറച്ചുകൂടെ ഒക്കെ അറിയാം. അപ്പോൾ 20ക്ക് പകരം ഒരു 30ൽ കൂടുതൽ മാത്സിലും വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിലും ഈ ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 150ന്റെ മുകളിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്ട്രാറ്റജി ഇതിൽ ഏതായിരിക്കണം അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് വർക്ക് ആവുന്നത് എന്നുള്ളത് ഈ ഒരു മോക്ക് എക്സാമിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഒരു 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ടോട്ടൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്താലാണ് നമുക്ക് 150യിലേക്കെങ്കിലും എത്താൻ സാധിക്കാം. അല്ലാതെ 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രം അറ്റംപ്റ്റ് ചെയ്ത ഒരാൾ ഒരിക്കലും 150 മാർക്ക് കിട്ടുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാവർക്കും അങ്ങനെ 100% ആക്യുറസി ഇല്ലല്ലോ, എന്തായാലും കുറച്ച് തെറ്റും. അപ്പോൾ 200 മാർക്കെങ്കിലും നമ്മൾ ആൻസർ മിനിമം ചെയ്താലാണ് നമുക്ക് 150ലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് റിയലിസ്റ്റിക്കലി പറയാൻ പറ്റുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 75 മാർക്ക്, ഏകദേശം 20 ക്വസ്റ്റ്യനോളം ഫിസിക്സിലും 20 ക്വസ്റ്റ്യനോളം കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ഒരു 15 ക്വസ്റ്റ്യനോളം മാത്തമാറ്റിക്സിലും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഒരു 14-15 ക്വസ്റ്റ്യൻസ് എങ്കിലും മാത്തമാറ്റിക്സിൽ ട്രൈ ചെയ്താലാണ് നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റുക, 150 മാർക്ക് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാവുന്ന ചാപ്റ്റേഴ്സ്, ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് എന്ന് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റിലെയും ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള കോൺഫിഡൻസും ധൈര്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത് മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 150യിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇത് 150യുടെ കാര്യമാണ് പറയുന്നത്. ഇനി മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓരോ സബ്ജക്റ്റിലും ഇൻഡിവിജ്വലി കൂടുതൽ നമ്മൾ സ്കോർ ചെയ്യണം. അപ്പോൾ മാത്തമാറ്റിക്സിൽ നമ്മൾ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്ടർ ഓൾജിബ്രയിൽ തുടങ്ങി 3D ജിയോമെട്രി, സീക്വൻസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ തിയറം, ഫംഗ്ഷൻസ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്ട്രേറ്റ് ലൈൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, പ്രോബബിലിറ്റി. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മാത്സിൽ ഒരു 30 മാർക്കിന്റെ അടുത്തേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. ഒരു 30+ലേക്കൊക്കെ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ ഫിസിക്സിലേക്ക് പോകുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കറണ്ട്, ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിസം, ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, പിന്നെ നമ്മുടെ മോഡേൺ ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്, കൈനമാറ്റിക്സ് ഉണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഒപ്റ്റിക്സ് 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, സെമി കണ്ടക്ടേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇതാണ് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതെങ്കിലും നിങ്ങൾ ഈ ഒരു റൗണ്ട്, ഈ പഠനത്തിന്റെ സമയത്ത് റിവിഷന്റെ ഭാഗമായിട്ടും എക്സാമിന്റെ ഭാഗമായിട്ടൊക്കെ ഈ ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്യുക. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കാൻ തന്നെ ശ്രമിച്ചാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും, 60 മാർക്കിലേക്ക് നമുക്ക് ഫിസിക്സിൽ എന്തായാലും എത്താൻ സാധിക്കും. അതുപോലെ തന്നെ കെമിസ്ട്രിയും, ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയും ഹൈഡ്രോ കാർബൺസും, ഓർഗാനിക്കിന്റെ ആ 2 ചാപ്റ്റർ തന്നെയാണ് ഏറ്റവും ഹെവി ആയിട്ടുള്ള 2 കെമിക്കൽ ബോണ്ടിങ്, കോർഡിനേഷൻ, DNF, സ്ട്രക്ചർ ഓഫ് ആറ്റം സൊല്യൂഷൻസ്, തെർമോഡൈനാമിക്സ് തുടങ്ങി വീണ്ടും ഓർഗാനിക് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ആണ് ആക്ച്വലി കെമിസ്ട്രിയിലെ ഇപ്പോൾ ചിന്തിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പിറകിലുള്ള കുട്ടികൾക്ക് ഇനി ഏപ്രിൽ അടക്കം നിങ്ങൾ മുന്നിൽ കാണുകയാണെങ്കിൽ, ഏപ്രിൽ സെഷൻ അടക്കം നിങ്ങൾ മുന്നിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ലിസ്റ്റിലെ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അടുത്തതായിട്ട് എന്തായിരിക്കണം നമ്മുടെ ഓർഡർ ഓഫ് ദ സബ്ജക്ട് ഡ്യൂറിംഗ് ദി എക്സാമിനേഷൻ. ഏത് സബ്ജക്ട് ആദ്യം എഴുതണം, കെമിസ്ട്രി എഴുതണോ, ഫിസിക്സ് എഴുതണം, മാത്സ് എഴുതണം? ഇതിൽ അങ്ങനെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ഇല്ല. ഓരോ കുട്ടികളുടെയും പ്രിഫറൻസ് അനുസരിച്ചാണ്. മാത്സിൽ തുടങ്ങുന്ന ആളുകളുണ്ട്, അതിന്റെ റീസൺ എന്താണ്, മാത്സ് ടഫാണ്. അപ്പോൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് നമ്മൾ മാത്സ് എഴുതുക എന്നുള്ളതാണ് അതിന്റെ കാരണം. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വർക്ക് ആവുന്നത് അത് ചൂസ് ചെയ്യാം. ഇത് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഈ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആകുന്നത് ഏത് ഓർഡർ ആണെന്നുള്ളത്. അപ്പോൾ യൂഷ്വലി എപ്പോഴും പറയാറുള്ളത്, മാത്സ് വീക്കായ ഒരു കുട്ടി ഐദർ കെമിസ്ട്രിയിലോ ഫിസിക്സിലോ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അടുത്ത സബ്ജക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുക, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ലാസ്റ്റ് എഴുതുക. മാത്സ് സ്ട്രോങ് ആയ ആളുകൾ ധൈര്യമായിട്ട് മാത്സിൽ നിങ്ങൾക്ക് തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വൽ ടൈം നമ്മൾ എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും എത്ര ടൈം കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒരു 99% മുകളിൽ എത്തണം എന്നുണ്ടെങ്കിൽ, 200 മാർക്കിന്റെ മുകളിൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സിൽ നല്ല സ്കോർ വേണം. മാത്സിന് നല്ല സ്കോർ വേണമെന്നുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം നല്ല ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഫിസിക്സിന് ഒരു ആദ്യത്തെ 50 മിനിറ്റ്, കെമിസ്ട്രിക്കും ഒരു 50 മിനിറ്റ് കൊടുത്തിട്ട്, മാത്സിന് ഏകദേശം ഒരു 1 മണിക്കൂർ 15 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യണം. നിങ്ങളൊരു ഹൈ സ്കോർ പ്രതീക്ഷിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്പെൻഡ് ചെയ്തേ പറ്റൂ. അണ്ടർസ്റ്റുഡ്? അത് നിങ്ങൾ ചിലവാക്കിയേ പറ്റൂ മാത്സിന്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എത്താൻ സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് മാത്സ് കമ്പാരിറ്റീവ്ലി വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളുടെ സ്കോർ ഞാനിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 150 അല്ലെങ്കിൽ ഒരു 97%ലേക്ക് എത്തണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സിൽ ഒരു 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാം, കെമിസ്ട്രിയിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞ ആ സെറ്റ് ഓഫ് മാർക്കുകൾ നമ്മൾ സെക്യൂർ ചെയ്യുന്നു. എന്നിട്ട് ബാക്കി ഒരു ലെസ് ദാൻ 60 മിനിറ്റ് ആണ് പിന്നെ ഉണ്ടാവുക. അത് മാത്സിന് കൊടുത്തുകൊണ്ട് ആ ഒരു 20, 25, 30 മാർക്ക് നമ്മൾ മാത്സിൽ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, ഈ കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇനി നമ്മൾ എക്സാം എഴുതുകയാണ്. എക്സാം എഴുതുമ്പോൾ നമുക്കറിയാം 1 by 1 ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, ആ പ്രയോറിറ്റി ചാപ്റ്റേഴ്സ്, നിങ്ങളുടെ പ്രയോറിറ്റി ചാപ്റ്റേഴ്സ് ഏതാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതാണോ അതിലെ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗ ടു അപ്രോച്ച് ക്വസ്റ്റ്യൻസ്.
അപ്പോൾ ആദ്യത്തെ ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഫസ്റ്റ് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കണം. ഫസ്റ്റത്തെ റൗണ്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പറായിട്ട് വായിക്കണം. അത് നിർബന്ധമാണ്. എന്നാലല്ലേ ഏത് ചാപ്റ്റർ എന്ന് മനസ്സിലാവുള്ളൂ. ഇഫ് യു ഹാവ് നോ ഐഡിയ ഹൗ ടു സ്റ്റാർട്ട്, ലീവ് ഇറ്റ്. ഒരു ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു ലെറ്റ്സ് സേ ഇന്റഗ്രേഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഒരു ഐഡിയ ഇല്ല. അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഒരു ഐഡിയ ഇല്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ലീവ് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഈവൺ ആഫ്റ്റർ സ്പെൻഡിങ് 60 to 75 seconds യു ആർ നോട്ട് ഏബിൾ ടു പ്രൊസീഡ്, ദെൻ ലീവ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് അറിയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഫോർ എക്സാമ്പിൾ സ്ട്രേറ്റ് ലൈൻസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്ത് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ച് ചിത്രമൊക്കെ വരച്ച് എല്ലാ കാര്യങ്ങളും എടുത്ത് എഴുതിയിട്ട് നിങ്ങളൊന്ന് ഒരു ശ്രമം നടത്തി. ഒരു മിനിറ്റ് 1.5 മിനിറ്റോളം ആയിട്ടും ഒന്നും മൂവ്മെന്റ് ഇല്ല, മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അവിടുന്ന് ലീവ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ചെക്ക് പോയിന്റ്. ചില ആളുകൾ എന്ത് ചെയ്യും? പിന്നെ ഇനി ഇതാണ് ഒരു സിനാരിയോ. ഓക്കെ, രണ്ടാമത്തെ സിനാരിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, യു നോ ദ ടോപ്പിക്. നമുക്ക് ടോപ്പിക് അറിയാം. ഫോർ എക്സാമ്പിൾ വെക്ടർ ആണ്, വെക്ടർ ഓൾജിബ്ര ആണ്. ടോപ്പിക് അറിയാം, നിങ്ങൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ 3 മിനിറ്റ് ആയിട്ടും ഇതുവരെ ആൻസറിലേക്ക് എത്തുന്നില്ല. നമുക്ക് അറിയുന്ന ടോപ്പിക്കാണ്, നമ്മളത് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? 3 മിനിറ്റ് ചിലവഴിച്ചിട്ടും ആൻസറിലേക്ക് എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റിൻ്റെ മേലെ ഇനി സമയം ചിലവഴിക്കരുത്. ഓൾറെഡി 3 മിനിറ്റ് നമ്മൾ വേസ്റ്റ് ചെയ്തു. ഈസിയർ ക്വസ്റ്റ്യൻസ് പല സ്ഥലങ്ങളിലായിട്ടുണ്ടാകും, പല സബ്ജക്റ്റിലും പല ടോപ്പിക്കിലായിട്ടുണ്ടാകും. അതിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കണം. അവിടെയാണ് നമ്മൾ ആർട്ട് ഓഫ് ലീവിങ് എ ക്വസ്റ്റ്യൻ. നമ്മൾ ക്രിക്കറ്റിലൊക്കെ പറയുന്ന പോലെ ഓഫ് സൈഡിലേക്ക് വരുന്ന ബോൾ നമ്മൾ ലീവ് ചെയ്യാന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുന്നതും ഒരു സ്കില്ലാണ്. ഏത് ക്വസ്റ്റ്യൻ ലീവ് ചെയ്യണം, ഏതൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കി എടുക്കുന്ന ആ ഒരു ഇൻറ്റ്യൂഷൻ ആക്ച്വലി എന്താണ്? അതും ഒരു സ്കില്ലാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എക്സാം എഴുതുമ്പോൾ നിങ്ങളൊരു 2 റൗണ്ട് മെത്തേഡ് എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് അറിയുന്ന ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സബ്ജക്ട് വൈസ്, ആദ്യത്തെ ഒരു 50 മിനിറ്റ് ഫിസിക്സ് ആണല്ലോ, ഓരോ സബ്ജക്റ്റിലും 2 റൗണ്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് റൗണ്ടിൽ എല്ലാ ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പിടിച്ചിട്ട് എന്ത് ചെയ്യുക ആൻഡ് ലീവ് ഓൾ ദി അതേഴ്സ് ടു റൗണ്ട് 2. ഫിസിക്സിലെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക? ഫിസിക്സിലെ തന്നെ റൗണ്ട് 2 ലീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു 25-30 മിനിറ്റ് ഫിസിക്സിലെ റൗണ്ട് 1, അടുത്തൊരു 20 മിനിറ്റ് എന്തായിരിക്കണം? ഫിസിക്സിന്റെ റൗണ്ട് 2 വേണ്ടി ചിലവാക്കുക. ലീവ് ഓൾ ദി അതേഴ്സ് ടു റൗണ്ട് 2. കീപ് ട്രാക്ക് ഓഫ് ടൈം ഫോർ ഈച്ച് സബ്ജക്ട്. അപ്പോൾ ഈ റൗണ്ട് 1 റൗണ്ട് 2 ഫിസിക്സിൽ തന്നെ എടുക്കുമ്പോൾ അത് നമ്മൾ 1 മണിക്കൂറിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 50 മിനിറ്റ് എക്സീഡ് ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി റൗണ്ട് 2ലേക്ക്, സെക്കൻഡ് റൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ട്രൈ ഓൾ ദി അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ യുവർ ചാപ്റ്റർ വൈസ് പ്രയോറിറ്റി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്? നമുക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഇത് നോക്കിക്കൊണ്ട് റൗണ്ട് 2 എന്ത് ചെയ്യുക? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക. ഡെഡിക്കേറ്റ് ഇനഫ് ടൈം ഫോർ മാത്തമാറ്റിക്സ് സിൻസ് ഇറ്റ് ഈസ് ഓൾവേസ് ലെങ്തി. അപ്പോൾ നിങ്ങളുടെ മാത്തമാറ്റിക്സ് പ്ലാൻ എന്താണോ? നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ മാത്സ് ലീവ് ചെയ്യാനൊന്നും കഴിയില്ല. അല്ലെങ്കിൽ 200 മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്സ് ലീവ് ചെയ്യാന്നുള്ളതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാത്തമാറ്റിക്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയം അത് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. യൂഷ്വലി നന്നായിട്ട് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 1 hour നമ്മൾ മാത്സിന് കൊടുക്കണം. ബിക്കോസ് അതാണ് ഓൾവേസ് എന്താണ് ലെങ്തി പേപ്പർ ആയിട്ട് വരാറുള്ളത്. അപ്പോൾ ഇതാണ് വരാൻ പോകുന്ന JEE എക്സാമിൽ 150 മാർക്ക് വാങ്ങുന്ന ഒരു സിനാരിയോ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏത് രൂപത്തിൽ എക്സാം എഴുതണം, സബ്ജക്റ്റ് വൈസ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, സ്മാർട്ടായിട്ട് എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫൈനലി നിങ്ങൾ അറിഞ്ഞു കാണും, എക്സാം മൈ ലേണിംഗ് ഈ വരുന്ന ജനുവരി 18-ന് ഓൾ കേരള ഫ്രീ ആയിട്ട് ഒരു ഓൺലൈൻ JEE മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. JEEയുടെ പാറ്റേണിൽ നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ടൊരു കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. ഒരുപാട് കുട്ടികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഫ്രീ ആണ്, ഓൺലൈൻ ആണ്. ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഫോണിലോ ലാപ്ടോപ്പിലോ അറ്റൻഡ് ചെയ്യാം. രജിസ്റ്റർ ചെയ്തോളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മാക്സിമം കുട്ടികൾക്ക് JEE എഴുതാൻ പോകുന്ന എല്ലാ സ്ഥാപനങ്ങളിലുമുള്ള, എല്ലാ ജില്ലകളിലുമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഒരുപാട് കുട്ടികൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കും പെർസെൻറ്റേജിലൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യും വേണം. അപ്പോൾ ഈ ഒരു കേരളാസ് ബിഗ്ഗസ്റ്റ് ഫ്രീ JEE മോക്ക് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് അടുത്ത 2-3 വീക്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. എക്സാമിനേഷൻസ്, മോക്ക് എക്സാമിനേഷൻസ് എഴുതുക. മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ കാര്യങ്ങളും പഠിച്ച് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് ഒരിക്കലും നമുക്ക് എക്സാമിന് പോകാൻ സാധിക്കില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. എന്താണോ നമ്മൾ പഠിച്ചത് അത് വെച്ച് നമ്മൾ പോയി എക്സാം എഴുതുക. അത് എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും JEEയുടെ ജനുവരി സെഷൻ എഴുതിയേ പറ്റൂ. ആ എക്സ്പീരിയൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മുടെ ഏപ്രിൽ സെഷനിലേക്കായാലും ഇനി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആയാൽ പോലും ഈ ജനുവരിയിൽ നിങ്ങൾ ഈ എക്സാം എഴുതുന്ന ഈ ഒരു എക്സ്പീരിയൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും പറഞ്ഞു ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കുകളും അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക? കമന്റിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഡൗട്ടുകളൊക്കെ കമന്റായിട്ട് ചോദിക്കുക. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആൻസർ ചെയ്യാറുണ്ട്. മോക്ക് ടെസ്റ്റിന്റെ കാര്യം ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുന്നു. എല്ലാ JEE ആസ്പിറൻസും ഷെയർ ചെയ്ത് കൊടുക്കുക.